കഴിഞ്ഞ എപ്പിസോഡിൽ അലീന ഔതക്കുട്ടി ചായൻ്റെയും സ്റ്റാൻലിയുടെയും കൂടെ കൊട്ടാരം മുറ്റത്തിൽ വീട്ടിൽ പോയതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് എന്താണ് ഉണ്ടാവുന്നത് വെച്ചാൽ ബാലചന്ദ്രൻ അലീനയെ കാണാൻ വേണ്ടിയിട്ട് കുളത്തൂപ്പുഴയ്ക്ക് വരികയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നായ്ക്കളെ പേടിയുള്ളത് കൊണ്ടാണ് ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഡോറിൽ നിന്ന് ഇങ്ങനെ പിടിവിടാതെ നിൽക്കുന്നത്. വീടിനുള്ളിൽ നിന്ന് പെട്ടെന്ന് അലീന ഓടി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ബാലചന്ദ്രന് സമാധാനമാവും. അങ്ങനെ അലീന ഓടി വന്നിട്ട് ബാലൻ്റെ മുൻപിൽ നിന്നിട്ട് ചിരിക്കുകയാണ്. എന്നിട്ട് അച്ഛാ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ആ വിളിയിൽ എല്ലാം ഉണ്ട്. ബാലചന്ദ്രമേനോനോടുള്ള സ്നേഹവും ക്ഷേമാന്വേഷണം, പിന്നെ അവളേനെ ആ വീട്ടിലോട്ട് എത്തിച്ചതിനുള്ള നന്ദിയും എല്ലാം, പിന്നെ അതിലൊക്കെ പുറമെ ഓർക്കാപ്പുറത്ത് ബാലനെ കണ്ടതിലുള്ള അത്ഭുതവും ആനന്ദവും എല്ലാം അതിലുണ്ട്. അപ്പോൾ ബാലൻ ചോദിക്കും, ഞാനിനി മോളേന്ന് വിളിക്കണോ? അപ്പോൾ അലീന പറയും, പിന്നെ വേണ്ടേ? അപ്പോൾ ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയും, മോളേന്ന് വിളിക്കും. അപ്പോൾ അലീന പറയും, മോളേന്ന് മാത്രം വിളിച്ചാൽ പോരെ, ഒരു സല്യൂട്ടും കൂടി അടിച്ചങ്ങ് അടിപൊളിയായനെന്ന്. അങ്ങനെ ബാലചന്ദ്രൻ അവൾക്ക് കൈ നീട്ടിയിട്ട് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുക. എന്നിട്ട് ചോദിക്കും, നിനക്ക് സുഖമാണോ ഡി മോളേന്ന്? അപ്പം അലീന പറയും, അച്ഛൻ എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നതെന്ന്. നീ ഇത്തിരി നിറം വെച്ചിട്ടുണ്ട്, പിന്നെ ഒന്നും കൂടി മിനുങ്ങിയിട്ടുണ്ട്. എന്തായാലും നിനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന്. അപ്പോൾ അലീന പറയും, അച്ഛൻ എന്നെ ഇവിടെ ആക്കി പോയിട്ട് കഷ്ടി 1 മാസമല്ലേ ആവുന്നുള്ളൂ, അത്ര പെട്ടെന്ന് ഞാൻ മിനുങ്ങിയോ എന്ന്. അപ്പോൾ ബാലൻ പറയും, അതെനിക്കറിയില്ല, പക്ഷെ അന്നത്തെ നിൻ്റെ മുഖം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഏതോ മൂലയിൽ നിന്ന് നിന്നെ കൊണ്ടു കളയാൻ വന്ന പോലത്തെ ഒരു ഭാവമായിരുന്നു. ഇവിടെ വേണ്ടായിരുന്നു അച്ഛാ എന്ന് നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും നിൻ്റെ മനസ്സിൽ ആ പരാതി ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ ഇവിടെ എത്തിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എല്ലാവരായാലും ഉപേക്ഷിക്കപ്പെട്ട പോലെ നിറഞ്ഞ കണ്ണുകളുമായി നീ മുറ്റത്ത് നോക്കി നിന്നതും ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോഴോ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുവിട്ടത് തെറ്റായെന്ന് തോന്നുന്നുണ്ടോ എന്ന് അലീന തിരിച്ചു ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ ഇല്ല, മിണ്ടില്ല. പിന്നെ മോള് പറ, ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറ. അപ്പോൾ അവൾ പറയും, അച്ഛൻ ഇവിടെ കൊടുന്ന് എന്നെ ആക്കിയതിൽ എനിക്ക് നല്ല സന്തോഷം മാത്രമേ ഉള്ളൂ, എങ്ങനെ അച്ഛൻ്റെ അടുത്ത് നന്ദി പറയാമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ബാലൻ്റെ കൈ പിടിച്ചിട്ട് അവളെ മുഖത്തോട് ചേർക്കുകയാണ്. അങ്ങനെ ബാലൻ പറയും, മതി മതി, നീ എന്നെ ഇവിടെ നിർത്തിയിട്ട് സംസാരിക്കാനാണല്ലേ നിർത്തി സംസാരിച്ചിട്ട് എന്നെ പറഞ്ഞു വിടാനല്ലേ ഉദ്ദേശിക്കുന്നത്, അതൊന്നും പറ്റില്ല. അപ്പോൾ അലീന പറയും, അച്ഛനല്ലേ അകത്ത് കയറാതെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് വീടിൻ്റെ അകത്തോട്ട് കയറ്റുകയാണ്. അപ്പോൾ ബാലൻ പറയും, നിൻ്റെ നായ്ക്കളെ പേടിച്ചിട്ടാണ് അവളെ നിന്നത്, ആക്രമിക്കാൻ വന്നാൽ കാറിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെടണമല്ലോ എന്ന് തമാശയ്ക്ക് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അലീന പറയും, അതിന് ഇവിടുത്തെ നായ്ക്കൾ അങ്ങനെ ആരെയും ഉപദ്രവിക്കൊന്നുമില്ല അച്ഛാ, ശത്രുക്കളെ മിത്രങ്ങളൊക്കെ അവർക്ക് തിരിച്ചറിയാം, അല്ലെങ്കിലും അമിത ശൗര്യക്കാരെയൊന്നും തുറന്നു വിടാറില്ല, അവരൊക്കെ കൂട്ടിൽ തന്നെയാണെന്നും. അങ്ങനെ അലീന ബാലേന്ദ്രൻ്റെ കൈ പിടിച്ചിട്ട് അകത്തോട്ട് കയറ്റുകയാണ്. അപ്പോൾ ബാലൻ പറയും, ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അതും കൂടി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ പിൻസീറ്റിൽ ഒരു പാക്കറ്റ് എടുത്ത് അവൾക്ക് കൊടുക്കും. അപ്പോൾ അലീന ചോദിക്കും, ഇതെന്താ അച്ഛാ? അതൊന്നുമില്ല, ഞാൻ നിന്നെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും സമ്മാനം തരണ്ടേ, അതുകൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അവൾ താങ്ക് യു അച്ഛാ എന്ന് പറഞ്ഞ സന്തോഷത്തിൽ അത് വാങ്ങിയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഡൈനിങ് ഹാളിലോട്ട് കയറുമ്പോൾ അവിടെ ഔതക്കുട്ടി ചായൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഔതക്കുട്ടി ചായൻ ചോദിക്കും, ഇതാരാ മോളേന്ന്? ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് അലീന പരിചയപ്പെടുത്തി. എന്നിട്ട് പറയും, അച്ഛനാണ് എനിക്ക് പപ്പയെ കണ്ടുപിടിച്ചതെന്നും ഇവിടെ കൊണ്ടുവന്നത് ഏൽപ്പിച്ചതും. ഇവിടെ നിന്ന് വരുന്നതിന് മുൻപ് കുറേ നാൾ ഞാൻ അച്ഛൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ബാലചന്ദ്രമേനോനും ഔതക്കുട്ടിച്ചായനും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണം. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഞാനന്ന് അലീനയെ കൊണ്ടുവിടാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. ഇല്ല, ഞാനിവിടെ താമസം തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അലീന ബാലേന്ദ്രനെ ഡൈനിങ് ഹാളിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ചോദിക്കും, അച്ഛന് ചായ വേണോ, കോഫി വേണോ, ലെമൺ ജ്യൂസ് വേണോ, എന്താ വേണ്ടത്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്നാൽ ശരി, ഉച്ചയാവാറായില്ല, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞ് അലീന ജ്യൂസ് തയ്യാറാക്കിയിട്ട് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ പൗലോസൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. പൗലോസ് അടുക്കളയിൽ നിന്നിരുന്ന പൗലോസ് ഉണ്ടല്ലോ, ഇത്തിരി അഹങ്കാരം കൂടുതലുള്ള കുക്ക്, ആ കുക്കൊക്കെ അവിടെ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ അലീനയുടെ ആ വിശേഷം ചോദിക്കും ബാലചന്ദ്രൻ. അപ്പോൾ അറിയില്ല, അവരൊന്നും വന്നിട്ടില്ല, ഇപ്പം ഞാൻ തന്നെയാണ് ഇവിടുത്തെ ചീഫ് കുക്ക് എന്നൊക്കെ പറയണം. പിന്നെ അലീന വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കണം, വീട്ടിൽ അമ്മയുടെ വിശേഷം എങ്ങനെയുണ്ട്, പിള്ളേരൊക്കെ എന്ത് പറയുന്നു എന്നൊക്കെ അലീന അങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ എല്ലാ വിശേഷം പറയുമ്പോൾ അലീന അങ്ങനെ ബാലേന്ദ്രൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ കുറ്റബോധം വരും. അപ്പോൾ എത്രയായാലും തൻ്റെ അമ്മയോടൊപ്പം 22 വർഷം നല്ല സംതൃപ്തമായിട്ട് ദാമ്പത്യ ജീവിതം നയിച്ച ആളാണ്. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ മുതലാണ് ഇവരുടെ കുടുംബം തകർന്നത്. തൻ്റെ ജന്മരഹസ്യമാണ് അതിൻ്റെ മൂല കാരണം. ഇനി എന്നെങ്കിലും അച്ഛനും അമ്മയും ഒത്തുചേർന്ന് പഴയ പോലെ ഒരു സ്നേഹമുള്ള കുടുംബജീവിതം ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ അവളങ്ങനെ ഒരു നിമിഷം കൊണ്ട് ആലോചിക്കുകയാണ്.
അപ്പം ബാലൻ ചോദിക്കും, നീ എന്തെങ്ങനെ ആലോചിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, അല്ല അച്ഛാ, എത്ര സ്നേഹത്തിൽ കഴിഞ്ഞ കുടുംബമായിരുന്നു അച്ഛൻ്റേത്, ഞാനത് വന്നെല്ലാം താറുമാറാക്കിയല്ലേ. അപ്പോൾ ബാലചന്ദ്രൻ ചിരിച്ചതിന് ശേഷം പറയും, അത് സ്നേഹമൊന്നുമല്ല മോളെ, എന്ന് പറഞ്ഞിട്ട് ആ ലെമൺ ജ്യൂസ് ഇങ്ങനെ കുടിക്കണം. പിന്നെ എൻ്റെ കുടുംബം ദാമ്പത്യ ജീവിതവും നീ മൂലം തകർന്നല്ലോ എന്നുള്ള കുറ്റബോധമൊന്നും നിനക്ക് വേണ്ട. വൈജയന്തി ആദ്യം മുതലേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും അനിഷ്ടങ്ങൾക്കൊന്നും ഒരു പുല്ല് വില പോലും അവൾ കൽപ്പിച്ചില്ല. അവളുടെ ഇഷ്ടമെന്തോ അത് നടക്കണം, അവളുടെ ആഗ്രഹമെന്തോ അത് നിറവേറണം. എല്ലായിടത്തും അവളുടെ ഒരു അധീശത്വം സ്ഥാപിക്കണം. ഞാൻ എപ്പോഴൊക്കെയോ എൻ്റെ താല്പര്യം കൂടി കണക്കിലെടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം അവൾ കലാപമുണ്ടാക്കി. മനസമാധാനത്തിന് വേണ്ടി ഞാൻ അതിനെല്ലാം വഴങ്ങി. പക്ഷെ നീ എൻ്റെ വീട്ടിൽ വന്നത് മുതൽ ഞാൻ മനസ്സിലാക്കി തുടങ്ങി, അധികാരം പ്രയോഗിച്ചും അടിച്ചമർത്തിയും കലഹിച്ചും സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പാക്കുന്നതല്ല സ്നേഹമെന്ന്. സ്നേഹമെന്നാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെടാനുള്ള സന്നദ്ധതയാണ്. അത് സ്നേഹിക്കുന്ന ആളിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ബലി കൊടുക്കും. സ്നേഹിക്കുന്ന ആളിൻ്റെ സ്വന്തം സന്തോഷങ്ങളായി അത് ഏറ്റെടുക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്താനുള്ള മനസ്സാണ് യഥാർത്ഥ സ്നേഹമെന്ന് നീയാണ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അലീന പറയും, അച്ഛനും അമ്മയ്ക്കും തമ്മിലുള്ള അകൽച്ചയ്ക്ക് അതൊന്നുമില്ലല്ലോ കാരണം. അലീന ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അതും ഒരു കാരണമാണ്. എന്നിൽ വിശ്വാസം അർപ്പിച്ച എൻ്റെ ഇഷ്ടാനങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് എന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ഒരാളാണ് വൈജയന്തിയെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാനായി പോകുന്നില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ലല്ലോ. അവളെ എന്നെ 23 വർഷം ഒരു കൊടും വഞ്ചന മറച്ചു പിടിച്ചുകൊണ്ട് പാതിവൃത്യത്തിന് നൊബേൽ സമ്മാനം കിട്ടിയവൾ എന്ന നിലയിൽ അവൾ എന്നോട് കാട്ടിയ ധാർഷ്ട്യം അതെന്തോരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം എനിക്ക് അവളോട് ഇതൊന്നും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അലീന പറയും, അച്ഛൻ ഇന്നലെ വന്നിരുന്നെങ്കിൽ ഞങ്ങളിവിടെ കാണാൻ പറ്റില്ലായിരുന്നു, ഞങ്ങളിവിടെ പപ്പയുടെ വീട്ടിലൊക്കെ പോയ പുനലൂർ, ഇന്നാണ് തിരിച്ചെത്തിയത് എന്നൊക്കെ പറയണം. പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, അല്ല നീ പുനലൂർ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. കുഴപ്പമില്ല എന്നൊക്കെ അവൾ പറയും. പിന്നെ ബബിതയുടെയും കൃഷ്ണമോളൊക്കെ വിശേഷങ്ങൾ ചോദിക്കണം. അപ്പോൾ ബാലൻ പറയും, ബബിതയും കൃഷ്ണമോളും ഒക്കെ അവർക്ക് എക്സാം തുടങ്ങുകയല്ലേ, പിന്നെ രോഹിത്തിന് ഏപ്രിൽ എക്സാം തുടങ്ങും. കൃഷ്ണമോൾ എപ്പോഴും ഇരുന്ന് വായിക്കുന്നത് കാണാം. രോഹിത്താണെങ്കിൽ ഇടയ്ക്ക് മുറിയിൽ കയറി വാതിലടയ്ക്കും, പിന്നെ അകത്ത് എന്താ നടക്കണമെന്നൊന്നും അറിയാറില്ലല്ലോ. അപ്പോൾ അലീന ചോദിക്കും, അച്ഛൻ അവരോടൊന്നും സംസാരിക്കാറില്ലേ? ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ലാത്തത് പോലെയായി, നീ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അങ്ങനെ വൈജയന്തി വന്നപ്പോൾ ആദ്യം തമ്മിൽ മക്കളുടെ ആ ഒരു സ്നേഹവും ആ യൂണിറ്റി ഇല്ലാതാക്കിയാണ് ആദ്യം അവൾ ചെയ്തത്. പിന്നെ രോഹിത്തിന് കുറച്ച് ക്ഷമയുള്ളത് കൊണ്ട് അവൻ പിടിച്ചു നിന്നു. ബബിതയ്ക്ക് പഴയ ആ മൂശേട്ട സ്വഭാവം വന്ന് കയറിയിട്ടുണ്ട്. എന്തെങ്കിലും ദേഷ്യം വന്ന് അവൾ അപ്പം ഷൗട്ട് ചെയ്യും, കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് വലിച്ചെറിയും, നിരാഹാരം, എല്ലാ അഭ്യാസങ്ങളും അവൾ തിരിച്ചു വന്നു. അപ്പോൾ അലീന ബാലേന്ദ്രനെ കുറ്റപ്പെടുത്താണ്. അപ്പോൾ അച്ഛൻ അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ആ സ്വഭാവമൊക്കെ വീണ്ടും വന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, ഐക്യവും ശാന്തിയൊന്നും ഇല്ലെങ്കിൽ ഈ സംഭാഷണങ്ങൾക്ക് ഒരർത്ഥവുമില്ല മോളെ, അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി അപ്പോൾ ബാലനോട് അലീന പറയാണ്, അച്ഛൻ വന്നിട്ട് കുറച്ച് നേരമായില്ലേ, പപ്പയെ കണ്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി പുറത്ത് പോയിക്കായിരുന്നു, തോട്ടത്തിൽ പോയിക്കായിരുന്നു. അപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയി ഏകദേശം. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ മുറ്റത്തൊരു കാർ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ അയാൾക്കൊരു സംശയമുണ്ട്, ഇത് ആരാണിപ്പോൾ വന്നിട്ടുള്ളത്. അതിന് കയറിയോടുകൂടി ബാലചന്ദ്രനും അലീനയും കൂടിയിട്ട് ഇരിക്കുന്നത് കാണും. അപ്പോൾ സ്റ്റാൻലിയെ കണ്ടപ്പോൾ ബാലൻ എണീറ്റിട്ട് സന്തോഷത്തിൽ നിന്നിട്ട് ഹലോ സ്റ്റാൻലി എന്നൊക്കെ പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോകും. അപ്പം നമ്മുടെ സ്റ്റാൻലിയാണെങ്കിൽ ഇത്തിരി ഗൗരവത്തിൽ ഹലോ എന്ന് പറഞ്ഞിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കും. അപ്പോൾ അലീന ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാലനെ കണ്ടിട്ടും സ്റ്റാൻലിയുടെ മുഖത്ത് അത്ര വലിയൊരു സന്തോഷമൊന്നുമില്ല. അപ്പോൾ അത് അലീന നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റാൻലി ചോദിക്കും, ബാലൻ ഊണ് കഴിച്ചോ, നമുക്കൊന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അയാളെ ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെ അലീന പോയിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി. അപ്പോൾ അവൾ പറയും, ഇന്ന് കറികളൊക്കെ കുറവാണ്, ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ ഇതെല്ലാം, അച്ഛൻ ഫോൺ ചെയ്ത് പറയായിരുന്നെങ്കിൽ ഞാൻ നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേനെ എന്ന് അലീന ഇങ്ങനെ ഒരു സോറി പോലെ പറയാണ്. അപ്പോൾ ബാലൻ പറയും, ഞാൻ സദ്യ ഉണ്ടാകുന്നല്ലോ വന്നത്, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമല്ലേ, പിന്നെ അച്ഛൻ ഇവിടെ കൊടുന്ന് തള്ളിക്കളഞ്ഞു പോയിട്ട് പിന്നീട് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നൊന്നും നിനക്ക് തോന്നരുതല്ലോ എന്ന് പറയുകയാണ് നമ്മുടെ ബാലൻ. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും മിണ്ടുന്നില്ല, ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ.
അപ്പോൾ ബാലേന്ദ്രൻ അയാളോട് സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിലും ഇല്ല നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി ബാലനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അങ്ങനെ ഭക്ഷണത്തിനൊക്കെ ശേഷം സ്റ്റാൻലി ബാലേന്ദ്രനെ മുറിയിലോട്ട് കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് ഇരിക്കാനൊക്കെ പറയും. ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം അതിനുശേഷം ഒരു സിഗരറ്റ് പാക്കറ്റ് സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ നേർക്ക് നീട്ടുകയാണ്. ഹാവ് എ സിഗർ എന്ന് ചോദിക്കും. അപ്പോൾ ബാലൻ പറയും നോ താങ്ക്സ്, ഞാൻ പുകവലിക്കായിരുന്നു, അതൊക്കെ അലീന നിരോധിച്ച് കളഞ്ഞു എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയാണ് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പുകവലിക്കുന്നവരെയും മദ്യപിക്കുന്നവരെയും കണ്ടുകൂടാ, അവരത് ഉപയോഗിക്കാറില്ല എന്ന് മാത്രമാണ് അതിന് കാരണമെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും അത് ആരോഗ്യത്തിന് കേടുവരുത്തുമല്ലോ, അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത്ര ദേഷ്യമെന്ന്. അപ്പോൾ സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് പറയും അതിനേക്കാൾ കേടുവരുത്തുന്ന എന്തെല്ലാം നമ്മൾ കഴിക്കുന്നു, വിഷാംശം കലർന്ന പച്ചക്കറികളും പഴങ്ങളും പിന്നെ രാസപദാർത്ഥങ്ങൾ ചേർന്ന മത്സ്യവും മാംസവും അങ്ങനെ എന്തൊക്കെ നമ്മൾ കഴിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും ഇതിനെല്ലാം പുറമെ സിഗരറ്റ് പുകയും കൂടി വേണോ എന്നാണ് അലീന എന്നോട് ചോദിക്കാറ്, അങ്ങനെ ആണ് ഞാൻ നിർത്തിയത് എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും ഇവളാണെച്ചെങ്കിൽ ആദ്യം എൻ്റെ മുറിയിലൊന്നും കയറില്ലായിരുന്നു, വാതിലിനപ്പുറത്ത് നിൽക്കും, കാരണം സിഗരറ്റും മദ്യമുള്ള മുറിയൊക്കെ അവൾ തന്നെയായിട്ട് വിലക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഞാനതൊന്നും വകവച്ചില്ല, നമ്മൾ വഴങ്ങി കൊടുക്കുമ്പോഴാണ് അവർ ആധിപത്യം സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞ് സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടത്ത് വെച്ച് ലൈറ്റർ തെളിച്ച് വലിക്കാൻ തുടങ്ങണം. അപ്പോൾ അലീനയ്ക്ക് ഈ വീടും ചുറ്റുപാടൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞു എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയാണ് ഇവിടെ ഇഷ്ടമാകാതിരിക്കാൻ കാരണമൊന്നുമില്ല, അവർക്ക് ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല, പിന്നെ ഇവിടെ അവൾ വീട്ടുവേലക്കാരിയൊന്നും അല്ലല്ലോ. അപ്പോൾ ആ പറഞ്ഞതിൽ ഒരു കുത്തുണ്ട്, ആ ബാലന് ഒരു കുത്തുണ്ട്, അതായത് വീട്ടുവേലക്കാരിയായിട്ടല്ല അവളെ അങ്ങോട്ട് കൊടുക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ബാലചന്ദ്രൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബാലൻ പറയും എൻ്റെ വീട്ടിൽ അവളൊരു വേലക്കാരി ആയിട്ടാണ് വന്നു ചേർന്നത്, എന്നാൽ അവൾ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവളെ എൻ്റെ മോളെപ്പോലെയേ കരുതിയിട്ടുള്ളൂ. എൻ്റെ കുട്ടികൾക്ക് ഇപ്പോഴും അവളെ സംബന്ധിച്ച് സത്യങ്ങളൊന്നും അറിയില്ല, എന്നിട്ട് പോലും അവൾ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ എന്നെപ്പോലെ അവളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ 100 ഇരട്ടി വിലയുണ്ട് ഞാൻ അവൾക്ക് കൊടുക്കുന്ന വാത്സല്യത്തിന്, അതിനേക്കാൾ വിലയുണ്ട് എൻ്റെ മക്കൾ അവൾക്ക് നൽകുന്ന ബഹുമാനത്തിനും സ്നേഹത്തിനും. അപ്പോൾ സ്റ്റാൻലി പറയും ഇല്ല ഞാൻ മിസ്റ്റർ മേനോനെ ഒട്ടും കുറച്ച് കാണുന്നില്ല, നിങ്ങൾ പറഞ്ഞത് അത്രയും ശരിയാണ്, നിങ്ങളാണ് എൻ്റെ മകളെ എനിക്ക് ഇവിടെ എത്തിച്ച് തന്നത്, അതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ അങ്ങനെ മൗനമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ സ്റ്റാൻലി വീണ്ടും ഇങ്ങനെ തുടരുകയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നന്ദികേടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ അലീനയുടെ വിവാഹം നടത്താൻ ആലോചിക്കുന്നുണ്ട്, മിക്കവാറും 1 വർഷത്തിനകം. എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും അവൻ്റെ കുടുംബക്കാരും അലീനയുടെ പാസ്റ്റ് എന്തായാലും അന്വേഷിക്കും. അപ്പോൾ ഒന്നും മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു വിവാഹം സാധ്യമല്ല, അതൊരു ചതിയായിട്ടേ മറ്റുള്ളവർ കണക്കാക്കുള്ളൂ. വിവാഹത്തിന് മുൻപ് എനിക്കുണ്ടായിരുന്നൊരു അഫെയറിൽ ജനിച്ച മകളെന്ന് തുറന്ന് പറഞ്ഞേ പറ്റൂ, പക്ഷേ അവളുടെ അമ്മ ആരാണെന്നോ ആ വകയിലുള്ള കുടുംബക്കാർ ആരൊക്കെയാണെന്നോ വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയും അതിൻ്റെ ആവശ്യമില്ലല്ലോ, അങ്ങനെ അമ്മയെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറയാതെയും ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം ഉണ്ടാകും, പെൺകുട്ടിയുടെ അമ്മ ആരാണെന്ന് എന്നോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ ബന്ധുക്കളുണ്ടോ എന്നല്ല, അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ആ വേഗയിൽ ബന്ധുക്കളുണ്ടോ ഇല്ലേ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്നൊരു ഉത്തരത്തിന് മാത്രമേ അത്തരം ചോദ്യങ്ങളുടെയൊക്കെ മൂടിക്കെട്ടാൻ കഴിയൂ. അതോടുകൂടി ആ ചാപ്റ്റർ താനെ ക്ലോസ് ആയിക്കൊള്ളും. അപ്പോൾ ബാലചന്ദ്രൻ ഒരു കൺഫ്യൂഷനായിട്ട് ബാലചന്ദ്രൻ അങ്ങനെ നെറ്റിച്ചൊളിച്ചു നോക്കും. അപ്പോൾ നെറ്റിച്ചൊക്കും സ്റ്റാൻലി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്കത്ര മനസ്സിലാവുന്നില്ല. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയും അമ്മ മരിച്ചുപോയി, കുടുംബക്കാരെ അറിയില്ല എന്നൊക്കെ ഞാൻ പറയുള്ളൂ, പക്ഷേ അതിന് കൂടിയ സാഹചര്യങ്ങൾ കൂടി അതിനൊത്തിണങ്ങിയിരിക്കണം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് മിസ്റ്റർ ബാലചന്ദ്രനോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ വന്നിട്ടൊരു മനുശങ്കർ വന്നു പോയിരുന്നു, അങ്ങനത്തെ പയ്യനെയൊക്കെ ഇവിടെ കാണാനിടയായാൽ ഇവരാരാണ് എന്നൊക്കെ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കില്ലേ, അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് എന്ന്. അപ്പോൾ ബാലചന്ദ്രന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് വെറും ഒരു റിട്ടയേർഡ് കേണൽ മാത്രമല്ല, അയാൾ ഉന്നം വെച്ചിരിക്കുന്നത് ഒരു പീരങ്കി തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. ബാലൻ്റെ ചുണ്ടുകളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു നിന്ദാഗർഭമായ ഒരു ചിരി പടരും. എന്നിട്ട് പറയും ഞങ്ങളാരും ഇവിടെ അലീനയെ കാണാൻ ഇവിടെ വരരുത് എന്നാണ് സ്റ്റാൻലി പറയുന്നത്.
അപ്പോൾ സ്റ്റാൻലി പറയും, ഓ അത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം മിസ്റ്റർ മേനോൻ. നിങ്ങളുമായുള്ള സമ്പർക്കം അവൾക്ക് ദോഷകരമായിട്ടാണ് ഭവിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അവളോട് സ്നേഹമുള്ള ഒരാളെന്ന നിലയിൽ നിങ്ങൾക്കത് അങ്ങനെ ആലോചിച്ചാൽ ഇത് ശരിയാണെന്ന് തോന്നില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അല്ല സ്റ്റാൻലി പറയുന്നത് എനിക്ക് മനസ്സിലായി, കൂടുതൽ വിശദീകരിക്കേണ്ട ആ, എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ വിശദീകരിക്കുന്നൊന്നല്ല, പാലയിൽ നിന്ന് ഇങ്ങനെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത് മറ്റുള്ളവരിൽ തീർച്ചയായും ഒരു സംശയം ജനിപ്പിക്കും. അപ്പം നിങ്ങളുടെ ബന്ധുക്കളും മക്കളും ഒക്കെ അവളെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കും. അത് അവൾക്ക് ഒരിക്കലും ഒരു ഗുണമുണ്ടാക്കില്ല. അവളെ നല്ല ഭാവിയെക്കുറിച്ച് കരുതി നിങ്ങളെല്ലാം അത് ഒഴിവാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, അല്ല അലീന അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? ബാലചന്ദ്രൻ തിരിച്ചു ചോദിക്കണം. അപ്പോൾ സ്റ്റാൻലി പറയും, അവൾക്ക് എന്താ അറിയാം, 24 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കണം. സ്നേഹം കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് എല്ലാവരുടെയും സ്നേഹം അവൾക്ക് വേണം. അത് അവളുടെ അത് അവളുടെ സന്തോഷം അങ്ങനെയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, അല്ല നിങ്ങൾ ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നു, പക്ഷേ അലീനയുടെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അത് അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ അവളെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ ആ പറഞ്ഞതിൽ ഒരു ബാലചന്ദ്രനൊരു എതിർപ്പുണ്ട് എന്നാണ് ആ ചോദ്യത്തിലൂടെ അർത്ഥാക്കുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയും, ഞാൻ തീർച്ചയായും അവളുടെ ഇഷ്ടം കൂടി നോക്കും. അവളെ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കുന്ന ഒരു അപ്പനൊന്നുമല്ല ഞാൻ. എന്ന് വെച്ച് നിർബന്ധപൂർവ്വം അവളെ ഒന്നും അടിച്ചേൽപ്പിക്കുകയൊന്നുമില്ല. നാട്ടാചാരം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അവളെ കൊണ്ടുകൂടി അംഗീകരിപ്പിക്കാൻ കഴിയുന്ന ഒരു വിവാഹാലോചന മാത്രമേ അവൾക്ക് ഞാൻ നോക്കുള്ളൂ. അപ്പോൾ ബാലൻ പറയും, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മനുശങ്കർ എന്നൊരു ചെറുപ്പക്കാരൻ അവളെ കാണാൻ വന്നിരുന്നു. ആ ചെറുപ്പക്കാരനും അവളും തമ്മിൽ ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, ഓ അതൊക്കെ ഉണ്ടാവാം, ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ആകൃഷ്ടരാകാറുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെയാണ്, അതൊക്കെ വേണം എന്ന് കരുതിയിട്ട് വിവാഹിതരായി ഒരുമിച്ച് ജീവിക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അവർക്ക് അങ്ങനെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ സ്റ്റാൻലി അതിനെ എതിർത്ത് പറയാണ്, നോക്കൂ മിസ്റ്റർ മേനോൻ, പരസ്പരം സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് ജീവിക്കുന്നില്ല, ഒന്നിച്ച് ജീവിക്കുന്നവർ പരസ്പരം സ്നേഹിക്കണമെന്നുമില്ല. അപ്പം അപ്പോൾ അത് കേട്ട ബാലചന്ദ്രനോട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഞാൻ തർക്കത്തിനൊന്നും നിൽക്കുന്നില്ല. മനുവിനും അലീനയ്ക്കും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് ഞാൻ അവൻ്റെ അടുത്ത് വാക്ക് കൊടുത്തിട്ടുണ്ട്. മനുവിൻ്റെ അടുത്ത് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയും, നിങ്ങൾ ഈ പാലാ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടുകാരെ കുടുംബക്കാരുമായിട്ടൊന്നും യാതൊരുവിധ ബന്ധുതയ്ക്കും ഞാൻ തയ്യാറല്ല മിസ്റ്റർ മേനോൻ. ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സ്റ്റാൻലി വളരെ കടുപ്പത്തിൽ തന്നെ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, ഞാനാണ് അവളേനെ ഇങ്ങോട്ട് എത്തിച്ച് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ സ്റ്റാൻലി പറയും, അല്ല എൻ്റെ മകളെയാണ് നിങ്ങളെനിക്ക് എത്തിച്ചു തന്നതെന്ന കാര്യം നിങ്ങളും മറക്കില്ലല്ലോ എന്ന് പറഞ്ഞ് സ്റ്റാൻലിയുടെ മുഖഭാവം ആകെ മാറണം. അപ്പോൾ ബാലൻ പറയും, നിങ്ങളുടെ മാത്രമല്ല എൻ്റെ ഭാര്യയുടെയും കൂടി മകളാണ് അലീന. അവളുടെ അമ്മ മരിച്ചു പോയിട്ടില്ല, ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ രണ്ടുപേർക്കും അത് കേട്ടപ്പോൾ സ്റ്റാൻലിക്കൊന്നും മറുപടിയില്ല. പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കുക. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയാണ് ഇതെല്ലാം കേട്ടിട്ട് അലീന ഡോറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കും, എന്താ അച്ഛാ, എന്താ പപ്പ, എന്താ കാര്യം, നിങ്ങൾ രണ്ടുപേരുടെയും മുഖം കണ്ട് എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ എന്ന്. അപ്പോൾ ബാലൻ പറയും, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം. അപ്പോൾ അലീന ചോദിക്കും, എന്താ അച്ഛൻ, എന്താ പ്രശ്നം? അല്ല, സ്റ്റാൻലി നിനക്ക് വിവാഹം ആലോചിക്കാൻ പോവുകയാണത്രയും. ഞാൻ പറഞ്ഞു മനുവും നീയും തമ്മിലുള്ള കല്യാണം നടത്തുന്നതാണ് ഉചിതമെന്ന്. അവന് നിൻ്റെ അടുത്തുള്ള സ്നേഹം നിനക്കറിയാമല്ലോ, അതുപോലെ നിനക്ക് അവനെയും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ നിൻ്റെ പപ്പ പറയുന്നു അങ്ങനെ ഒരു വിവാഹം നടക്കാനേ പാടില്ലെന്ന്. സ്റ്റാൻലി അതിന് സമ്മതിക്കില്ലെന്നാണ് വാശി എന്ന് ബാലചന്ദ്രമേനോൻ തുറന്ന് തന്നെ പറയണം. അപ്പോൾ സ്റ്റാൻലി പറയും, ഇതിൽ വാശിയുടെയും തർക്കത്തിൻ്റെയും കാര്യമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന എൻ്റെ മകളുടെ വിവാഹക്കാര്യം തീരുമാനിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം അവകാശവും അപ്പൻ എന്ന നിലയിൽ എനിക്കാണ്. അത് സ്റ്റാൻലിയുടെ ആ ഒരു സൈഡ് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ബാലൻ പറയും, മോളെ നീയാണ് യഥാർത്ഥ തീരുമാനം എടുക്കേണ്ടത്. നീ പ്രായപൂർത്തിയായവളാണ്, അറിവും പക്വതൊക്കെ നിനക്കുണ്ട്. ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. ബാലചന്ദ്രൻ ക്ലിയറായിട്ട് അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അലീന രണ്ടുപേരെയും മാറി മാറി ഇങ്ങനെ നോക്കി. എന്നിട്ടപ്പോൾ അലീനയുടെ മുഖത്തൊരു വല്ലായ്മ പടർന്നു. അപ്പോൾ ബാലൻ പറയും, നീ തന്നെ തീരുമാനിച്ചോ, നിനക്ക് തന്നെ ഞാൻ വിട്ടുതരുന്നു. പക്ഷേ മനുവിന് നിനക്ക് വേണ്ട എന്നാണെച്ചെങ്കിൽ അത് നീ ഇപ്പോഴെങ്കിലും പറയണം. കാരണം നിന്നെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുകയാണ് അവനെ കുരങ്ങ് കളിപ്പിച്ച് വേദനിപ്പിക്കാൻ പാടില്ല. നീ കൈവിട്ടെന്ന് വെച്ചാൽ അവൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്നൊന്നും നീ പേടിക്കേണ്ട, കുറച്ച് വിഷമിച്ചേക്കും, സാരമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അലീന സ്റ്റാൻലിയുടെയും ബാലചന്ദ്രൻ്റെയും മുഖത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ നിസ്സഹായതയിൽ ഇങ്ങനെ നോക്കുകയാണ്.
ഇങ്ങനൊരു പ്രതിസന്ധി ഇത്ര പെട്ടെന്ന് വരുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചില്ല. എന്നിട്ട് അവൾ പറയും, എൻ്റെ വിവാഹകാര്യമാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു പ്രശ്നമുണ്ടാക്കാൻ കാരണം അല്ലേ? അതെനിക്ക് മനസ്സിലായി. അപ്പോൾ കല്യാണക്കാര്യം ഓർത്ത് പപ്പയും വിഷമിക്കേണ്ട, അച്ഛനും വിഷമിക്കേണ്ട. ആരെയും കല്യാണം കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിക്കൊള്ളാം. അപ്പോൾ അത് കേട്ടപ്പോൾ രണ്ടുപേരുടെയും മുഖം ഒരുമിച്ച് വാടി. കാരണം ബാലനും ആകെ സ്റ്റക്കായി, സ്റ്റാൻലിയും ആകെ ഒരു സ്റ്റക്കായി. അപ്പോൾ ബാലൻ പറയും, ആ തീരുമാനം ശരിയല്ല മോളെ. അപ്പോൾ അവൾ പറയും, അതല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുള്ളൂ. അച്ഛനും പപ്പയും കൂടി ചേർന്നിട്ട് രണ്ടു പേർക്കും സ്വീകാര്യമായ ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ രണ്ടുപേരും ഒരേ സ്വരത്തിൽ എന്തു പറഞ്ഞോ ഞാനത് അനുസരിച്ചോളാം എന്ന് പറഞ്ഞ് സ്റ്റാൻലിയുടെയും ബാലചന്ദ്രൻ്റെയും വായടപ്പിക്കുകയാണ് അലീന. ഇത്രയുമാണ് ഇന്നത്തെ കഥ.